നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ കടുവയെ പിടിക്കാനാണ് നമ്മുടെ യാത്ര. കടുവയെ പിടിക്കാൻ നമ്മുടെ കൂടെ ചേരുന്നത് ജോഷ്ലയാണ് വയനാട്ടിൽ നിന്നും. ഏതായാലും ജോഷ്ല ഇപ്പോൾ ഈ കടുവ നിൽക്കുന്ന പ്രദേശത്തേക്കുള്ള യാത്രയിലാണ് കോഴിക്കോട് നിന്ന്. കാരണം അനൂപിന് വയനാട്ടിൽ നമുക്കറിയാം ഇന്ന് ബത്തേരിയിൽ തിരക്കുണ്ട്, അറിയാമല്ലോ. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് കടുവയെ പിടിക്കാൻ ജോഷ്ലയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. കടുവയെ പിടിച്ചോണ്ട് വരുമോ? തീർച്ചയായും പിടിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെർമൽ ഡ്രോൺ പരിശോധനയിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനുള്ള ഒരു സന്നാഹം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടിക്കൊല്ലിക്ക് സമീപം വെള്ളക്കെട്ട് മേഖലയിലാണ് ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയും പുലർച്ചെയും ഇന്നലെ രാത്രിയോടുകൂടി ഏകദേശം പുലർച്ചയോടുകൂടി കടുവ വീണ്ടും ആടിനെ കൊന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി കൈമാറേണ്ടതുണ്ട്. പുലർച്ചെ 2 മണിയോടെ ഊട്ടിക്കവലിലെ ബിജുവിൻ്റെ വീട്ടിൽ, ഇന്ന് കഴിഞ്ഞ ദിവസം ബിജുവിൻ്റെ വീട്ടിലായിരുന്നു, ഇന്ന് ചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ ആടിനെ കൂടി കൊന്നിരിക്കുന്നു. ആ സമയത്താണ് എന്തായാലും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇപ്പോൾ ആടിക്കൊല്ലിക്ക് സമീപം കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയ ഫോറസ്റ്റ് വെറ്റിനറി സർജനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മയക്കുവെടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം. മനു, ഒരുപക്ഷെ ഒരു അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടല്ലേ ജോഷ്ല? തീർച്ചയായും എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആനയെ വെടിവെക്കുന്ന പോലെയല്ല. നമുക്കറിയാം കടുവ മറ്റൊരു സ്വഭാവ സവിശേഷതയോട് കൂടിയ ജീവിയാണ്. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ജാഗ്രതയിലാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ഈ അമരക്കുനിയിലെ ജനങ്ങളാകെ തന്നെ ഭീതിയിലാണ്. ഇതിനകം തന്നെ 5 ആടുകളെ കടുവ പിടികൂടി കൊന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ പ്രദേശങ്ങളിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് വനംവകുപ്പ് ഏകദേശം കടുവയ്ക്കരികിലേക്ക് വനപാലകരുടെ സംഘം എത്തിയെന്നാണല്ലേ ജോഷ്ല ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക? ഏകദേശം ആ നിൽക്കുന്ന പ്രദേശത്തേക്ക് വനപാലകരുടെ സംഘവും ഈ മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധ സംഘവും എത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായും മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധ സംഘം ആ ഒരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മയക്കുവെടി വെക്കാൻ അല്പസമയത്തിനകം സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഇന്നലെ കൂട്ടിനടുത്ത് എത്തിയ കടുവ, കെണിവെച്ച കൂട്ടിനടുത്ത് എത്തിയ കടുവ പക്ഷേ കൂട്ടിൽ കയറാതെ രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് എന്തായാലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇന്ന് മയക്കുവെടി വെക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം വനപാലകർക്കുമുണ്ട്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം ഈ മയക്കുവെടി വെക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ഏതായാലും അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഊട്ടിക്കവലയ്ക്ക് സമീപം തന്നെ കടുവയുണ്ടായെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും തെർമൽ ക്യാമറ ഉപയോഗിച്ചുള്ള വലിയ പരിശോധനകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ കടുവയെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. ജോഷ്ല വളരെ വേഗത്തിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തും. നമുക്ക് അല്പസമയത്തിന് തന്നെ അതിൻ്റെ ഒരു സമഗ്രമായ വിവരങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.